ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത മകന്റെ പിറന്നാൾ ദിനത്തിൽ അഗതികൾക്കായി ഉച്ചഭക്ഷണം നൽകി പിതാവും ബന്ധുക്കളും. ഉറ്റവരെ കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞ മാസം 17-നാണ് വിഷ്ണുവിനെ കപ്പലിൽ നിന്ന് കാണാതാവുന്നത്. വിഷ്ണുവിന്റെ 25-ാം പിറന്നാൾ ദിനമായ ഇന്നലെ പറവൂർ മരിയ ഡാമിലെ 160-ലധികം വരുന്ന അഗതികൾക്കാണ് കുടുംബം ഉച്ചഭക്ഷണം നൽകിയത്. വിഷ്ണുവിന്റെ പിറന്നാൾ ദിനത്തിൽ പിതാവ് ബാബു തിരുമലയ്ക്കൊപ്പം ഉറ്റബന്ധുക്കളും ചേർന്നാണ് അഗതി മന്ദിരത്തിൽ ഭക്ഷണം നൽകാനെത്തിയത്. കഴിഞ്ഞ വർഷം പിറന്നാൾ ആഘോഷപൂർവ്വം നടത്തിയതാണ്. ഇക്കുറിയും ആഘോഷപൂർവ്വം നടത്തേണ്ട പിറന്നാൾ ദിനം പക്ഷേ നിറ കണ്ണുകളുടേതായി. വിഷ്ണുവിന്റെ ആഗ്രഹമായിരുന്നു ശമ്പളം ലഭിക്കുമ്പോൾ അഗതി മന്ദിരത്തിൽ ഭക്ഷണം നൽകണമെന്നത്. മകൻ എവിടെയാണെന്നറിയില്ലെങ്കിലും അവന്റെ ആഗ്രഹം കുടുംബം നിറവേറ്റി. വിഷ്ണുവിന്റെ 25-ാമത്തെ ജന്മദിനമാണ്. പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതേപോലെ ശമ്പളം കിട്ടുമ്പോൾ ഇവിടെ കുറച്ച് അനാഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, 32 സ്ത്രീജനങ്ങളാണ്. അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ആഗ്രഹം നേരത്തെ പറഞ്ഞിരിക്കും, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതോടനുബന്ധിച്ചിട്ട് ജന്മദിനമായിട്ട് ഇവിടെ കുറച്ച് ഓരോരുത്തർക്കും സ്ത്രീജനങ്ങൾക്ക് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു. വിഷ്ണുവിനെ കാണാതായതിനെ തുടർന്ന് സിംഗപ്പൂർ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് വിട്ടു നൽകിയ കപ്പൽ കഴിഞ്ഞ ദിവസം ചരക്കുമായി പാരദ്വീപിലെത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇതിനിടെ ഇന്തോനേഷ്യൻ എംബസി ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷ്ണുവിന്റെ വിവരങ്ങൾ അധികൃതർക്ക് ബന്ധുക്കൾ കൈമാറി. വിഷ്ണുവിന്റെ മൊബൈൽ ഫോണും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും വീട്ടിലെത്തിച്ച് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ നാളിതുവരെ അതും ലഭിച്ചിട്ടില്ല. മകന് എന്തുപറ്റിയെന്ന വേദനയിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലുമാണ് ഈ കുടുംബം. ന്യൂസ് മലയാളം, ആലപ്പുഴ.